ഹലോ, ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഈ മോഡൽ നെക്ക് വരുന്ന അനാർക്കലി കുർത്തിയാണ്. അപ്പോൾ വീഡിയോസിലേക്ക് പോയാലോ. അതിനായി തുണിയുടെ റോങ് സൈഡ് 4 ഫോൾഡ് ചെയ്ത് ഇതുപോലെ വെക്കാം. അതിനുശേഷം ഷോൾഡറും ആം ഹോളും ചെസ്റ്റും വേസ്റ്റ് ലെങ്ത്തും വേസ്റ്റ് വിഡ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിൻ്റെയും മെഷർമെൻറ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് സ്മാൾ സൈസ് കുർത്തിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മെഷർമെൻറ്റാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം. കട്ടെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക. ഇനി നമുക്കിത് 2 ഫോൾഡ് ചെയ്ത് ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്ക് ഞാൻ കൊടുക്കുന്നത് റൗണ്ട് ഷേപ്പാണ്. അതിനുശേഷം നമുക്ക് ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മെഷർമെൻറ്റും പാറ്റേണും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ടെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഇതിരിക്കുക. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. അതിനായിട്ട് ലൈനിങ് 4 ഫോൾഡ് ചെയ്ത് വെച്ച് അതിന് മുകളിലേക്ക് ബാക്ക് പാർട്ടോ ഫ്രണ്ട് പാർട്ടോ എടുത്ത് വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഹാഫ് സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ ഈ ടൂൾ ഉപയോഗിച്ചാണ് ഫ്രണ്ടിൽ കുഴിച്ച് വരച്ചു കൊടുക്കുന്നത്. ഇത് പെർഫെക്റ്റ് ആയിട്ട് സ്ലീവ് ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പ്ലീറ്റ് ഇടാനുള്ള തുണി കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ പ്ലീറ്റ് ഇടാനായിട്ട് എടുത്തിരിക്കുന്ന തുണിയുടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ 41 ഇഞ്ച് വീതി 32 ഇഞ്ച് ഇറക്കമാണ്. ഞാൻ അവിടെ എടുത്തിട്ടുള്ള ടോട്ടൽ ഫാബ്രിക് 2.5 മീറ്ററാണ്. പിന്നെ ഇതുപോലെ ലെങ്ത്തുള്ള 2 തുണിയും കട്ട് ചെയ്ത് വെക്കാം.